ജാതിയും മതവും ഏതുമാകട്ടെ സ്വർഗ്ഗകവാടവും സൃഷ്ടാവും ഒന്നേയുള്ളൂ എന്ന ആപ്തവാക്യം അന്വർത്ഥമാക്കി നാനാജാതി മതസ്ഥർക്കായി ദൈവത്തെ ധ്യാനിക്കുവാനും ആരാധിക്കുവാനുമായി ഒരു കുടക്കീഴിൽ സൗകര്യം ഒരുക്കിയിരിക്കുകയാണ് തലക്കോട് പാച്ചോറ്റി മജ്ലിസ് അൽ ഗൗസി സിദ്ദീഖിയ ചാരിറ്റബിൾ സൊസൈറ്റി. മണ്ണിനടിയിൽ ഗുഹയിലൂടെ നടന്നു നീങ്ങുമ്പോൾ അറകളായി തിരിച്ച ഒന്നിലധികം ധ്യാന ഇരിപ്പിടങ്ങൾ. ഇവിടെ ഏതു മതസ്ഥർക്കും വന്ന് എത്ര നേരവും ധ്യാനിക്കാം. അവർക്കുള്ള ഭക്ഷണവും ധ്യാനപീഠവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 80 സ്ക്വയർ ഫീറ്റിൽ താഴെ മണ്ണിനടിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഈ പള്ളി ലോകത്തിലെ തന്നെ ആദ്യത്തെ ഏറ്റവും ചെറിയ പള്ളിയാണെന്നുള്ള പ്രത്യേകതയുമുണ്ട്. ജാതിക്കും മതത്തിനും മേലെയാണ് സ്നേഹവും ഐക്യവും. ജാതിബോധമല്ല നമ്മൾ വളർത്തേണ്ടത്, കരുണയും സഹനവുമാണ്. ഭൂമിക്ക് മുകളിലെ യാതൊരുവിധ കോലാഹലങ്ങളും ബാധിക്കാതെ ഭൂമിയുടെ അകത്തളത്തിൽ ഇരുന്നു കൊണ്ട് ഭക്തർക്ക് ധ്യാനിക്കാം, ഈശ്വരനെ ദർശിക്കാം. 80 സ്ക്വയർ ഫീറ്റിൽ മണ്ണിനടിയിൽ പണി കഴിപ്പിച്ച ഈ ആരാധനാലയം ലോകത്തിലെ തന്നെ ആദ്യത്തെ ഏറ്റവും ചെറിയ പള്ളിയുമാണ്. ജനുവരി 19 ഞായറാഴ്ച രാവിലെ 10-ന് ജഷ്നെ ഗരീബ് നവാസ് മാനവമൈത്രി സംഗമം 2025-നോടനുബന്ധിച്ച് പള്ളിയുടെ ഉദ്ഘാടനം ഹസ്രത്ത് ഖ്വാജ ഗൗസി പീർ നിർവഹിച്ചു. മതം ഏതുമാകട്ടെ ദൈവം ഒന്നേയുള്ളൂ. ജൂതന്മാർക്ക് പ്രാർത്ഥനയ്ക്കായി മദീന പള്ളി തുറന്നു കൊടുത്തുവെങ്കിൽ അത് എല്ലാവർക്കും സ്ഥിരപ്പെട്ട മാതൃകയാണ്. ഞാൻ ആ നബിയുടെ അനുയായിയാണ്. വിവേചനത്തിനും വർഗീയതയ്ക്കുമെതിരെ മാനവികതയുടെ ദർശനം ജനങ്ങളിൽ എത്തിക്കുകയാണ് ഈ ട്രസ്റ്റിന്റെ ലക്ഷ്യമെന്നും നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ട്രസ്റ്റിന്റെ കീഴിൽ നടത്തിവരുന്നതായും സൊസൈറ്റിയുടെ പ്രസിഡന്റും സൂഫി ആത്മീയ ഗുരുവുമായ യൂനുസ് ഷാ ഖാദ്രി ചിസ്തി പറഞ്ഞു. നമ്മളെല്ലാവരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാര്യമാണ് വർഗീയത, വംശീയത, ജാതി തിരിവ്, ജാതി നോക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ. ഇതിൽ നിന്നെല്ലാം എന്തെങ്കിലും ഒരു മാറ്റം വരണമെന്ന് മനസ്സിൽ തോന്നിയതിൻ്റെ ഫലമായിട്ട് ആ ഒരു ആശയം നമ്മൾ ഇന്നിവിടെ നടപ്പാക്കുകയാണ്. അതിൻ്റെ തുടക്കമെന്നോണം ഒരു ചെറിയ പള്ളി, അത് സ്പെഷ്യലായിട്ട് ഭൂമിയുടെ അടിയിൽ ഈ ലോകത്തുള്ളതിൽ വെച്ച് ഏറ്റവും ചെറിയൊരു പള്ളി പണിത് അതിൽ നാനാജാതി ആളുകൾക്കും മതസ്ഥർക്കും പ്രാർത്ഥന നടത്താനുള്ള സൗകര്യമാണ് മാക്സ് ചാരിറ്റബിൾ സൊസൈറ്റി. ഇന്നിപ്പോൾ ലോകത്ത് ആവശ്യമായി എന്ന് തോന്നിയതിൻ്റെ പേരിലാണ്. അപ്പോൾ ഇതിൻ്റെ മറ്റ് പാർശ്വഫലങ്ങൾ ഒന്നും തന്നെ നമ്മൾ ഇപ്പോൾ ചിന്തിച്ചിട്ടില്ല. ഇനി ഇതെല്ലാം നടപ്പാക്കി ഉദ്ഘാടനം ചെയ്ത് കഴിയുമ്പോഴായിരിക്കാം എന്താണ് ഇതിൻ്റെ പ്രതികരണങ്ങളെന്ന് നാനാജാതിയുടെ ഇടയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. എല്ലാ മതങ്ങളെയും ഒരുപോലെ സ്നേഹിക്കുക, മനുഷ്യരെ സ്നേഹിക്കുക, മതത്തെ സ്നേഹിക്കാതെ മതങ്ങളെ സ്നേഹിക്കുക. മതമല്ല നമ്മൾക്ക് വലുത്, മനുഷ്യനാണ് വലുത് എന്നുള്ളൊരു ആശയം മുൻനിർത്തിയാണ് ഇതിൻ്റെ എല്ലാം പ്രവർത്തനങ്ങൾ. അതിനോടൊപ്പം തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങളുണ്ട്. അതിൻ്റെ ഏത് മതമെടുത്താലും ആ മതങ്ങളുടെ എല്ലാം ബേസ്മെൻറ്റ് സൂഫിസമാണെന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ വെളിച്ചത്തിൽ ആണ് ഞങ്ങൾ ഈ ആശയത്തിൽ ഉറച്ചേക്കുന്നത്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.